ഹലോ ഫ്രണ്ട്സ്, ഇടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വന്നിരിക്കുന്നത് സാംസങ്ങിന്റെ ഒരു CRT കിറ്റാണ്. ഇതിന്റെ കംപ്ലൈന്റ് വിട്ട് ഓസിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ 150 ലൈനിൽ മീറ്റർ വെച്ച് കാണിക്കാം, അപ്പോൾ നമുക്കത് മനസ്സിലാവും. ഗ്രൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ 150 വോൾട്ട് ലൈൻ ഔട്ട്പുട്ടാണ്. യോക്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ ഈ വോൾട്ടേജ് കാണിക്കുന്നത്. അല്ലെങ്കിൽ 200 വോൾട്ടേജ് അവിടെ കാണിക്കും. ഓസിലേറ്റ് ചെയ്യുന്ന സമയത്താണ് 77 വോൾട്ട് അവിടെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നോർമലാവും, വീണ്ടും 77 വോൾട്ട് വരും. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വോൾട്ടേജ് B+ വോൾട്ടേജ് 122 ആവുന്നുണ്ട്. ഇത് ഓസിലേറ്റ് ചെയ്യാത്ത സമയത്താണ് 145 ആവുന്നത്. അപ്പോൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ 122. അപ്പോൾ നമ്മുടെ വോൾട്ടേജ് അവിടെ കറക്റ്റാണ്. ഇത് ഈ സാംസങ്ങിൻ്റെ സെറ്റിനകത്ത് നമുക്ക് വെർട്ടിക്കലിനകത്ത് കറക്റ്റ് സപ്ലൈ വന്നില്ലെങ്കിൽ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തും വെർട്ടിക്കൽ സൈഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ നമ്മളിനി വെർട്ടിക്കലിന് സപ്ലൈ ഉണ്ടോ എന്ന് നോക്കണം. ഇത് വെർട്ടിക്കൽ വോൾട്ടേജ് പ്ലസ് വോൾട്ടേജ് ആണ്. കാണാം ഇവിടെ 1.3 1.2 വോൾട്ടേ ഉള്ളൂ. അടുത്തത് മൈനസ് വോൾട്ടേജ് കൃത്യമായിട്ട് വരുന്നുണ്ട്. ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് -14 വോൾട്ട് വരുന്നുണ്ട്. പക്ഷെ പ്ലസ് വോൾട്ട് വരുന്നില്ല. -1.2 19 ഇതിൽ മാത്രമേ നമുക്ക് ആ വോൾട്ടേജ് കിട്ടുന്നുള്ളൂ. അപ്പം നമുക്ക് വെർട്ടിക്കലിൻ്റെ പ്ലസ് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് LOTന്ന് വരുന്ന ഇതാണ്. അവിടെ പ്ലസ് വോൾട്ട് LOTന്ന് ഡയോഡ് ഇട്ട് കൊടുത്തേക്കുന്ന അവിടെ പ്ലസ് വോൾട്ടേജ് 16 വോൾട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വെർട്ടിക്കലിൻ്റെ സെറ്റ് ഞാൻ ഓഫ് ചെയ്തു. ഈ വെർട്ടിക്കലിൻ്റെ പോസിറ്റീവ് പിന്ന് ഇളക്കി വിട്ടിട്ട് വോൾട്ടേജ് ഒന്ന് ചെക്ക്. ഇപ്പോൾ ഈ വെർട്ടിക്കൽ ICയുടെ പ്ലസ് വോൾട്ടേജ് വരുന്ന 2 പിന്നുകൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഈ IC ഡാമേജ് ഉണ്ടെങ്കിൽ ആ വോൾട്ടേജ് അവിടെ ഡ്രോപ്പ് ആയി പോകും. ഷൂട്ടിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ ICയുടെ ലെഗ് ഇളക്കിയിട്ട് അവിടെ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെൽ ബട്ടണും അമർത്തണം. ലേറ്റസ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ICയുടെ പ്ലസ് വോൾട്ടേജിൻ്റെ 2 പിൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോഴും നമുക്ക് വോൾട്ടേജ് വരുന്നില്ല. നമ്മുടെ വോൾട്ടേജ് വരുന്നില്ല. അപ്പം നമ്മൾ ഈ ലൈൻ ട്രേസ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് വെർട്ടിക്കൽ വോൾട്ടേജിന്റെ സപ്ലൈ ഒന്ന് ട്രേസ് ചെയ്ത് നോക്കാം. മീറ്റർ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, DC 200 സെറ്റ് ചെയ്തിട്ടുണ്ട്. +60 ഇവിടെ വരെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ലൈൻ ട്രേസ് ചെയ്താൽ നമുക്കിവിടെ വോൾട്ടേജ് കിട്ടും. ഓക്കെ, ഇവിടെ വരെയുണ്ട്. അവിടുന്ന് ഈ ലൈൻ ഇതുവഴി വന്ന് ഇവിടാണ് വരുന്നത്. ഇവിടെ നമുക്ക് വോൾട്ടേജ് വരുന്നില്ല. ഇടയ്ക്ക് ഈ പ്രിന്റ് എവിടെയെങ്കിലും ബ്രേക്ക് ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നത് പ്രിന്റ് ബ്രേക്കാണ്. ഇടയ്ക്ക് വേറെ കമ്പോണൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഈ പ്രിന്റ് ബ്രേക്ക് തന്നെ ആവാനാണ് സാധ്യത. ഇവിടെ വോൾട്ടേജ് ഉണ്ട്, ഇവിടെ വോൾട്ടേജ് വരുന്നില്ല. മീറ്റർ നമുക്ക് കണ്ടിന്യൂറ്റി മോഡിലിടാം.
ഓക്കെ, ഇവിടെ വരെ ഉണ്ട്. ഇവിടെ ഇല്ല. ഇതാണ് ആ പ്രിന്റ്. ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. ദാണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ, ഞാൻ ട്രേസ് ചെയ്തെടുത്ത് തന്നെയാണ് ഈ പ്രിന്റ് ബ്രേക്ക് ഉള്ളത്. ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു വയറിട്ട് ഇവിടെ സപ്ലൈ കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് പ്രിന്റ് സോൾഡർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് ചെറിയൊരു സ്ഥലമാണ്. അവിടെ സോൾഡർ ചെയ്ത ഷോട്ടിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇവിടുന്ന് ഒരു വയറിട്ടു. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യണം. മീറ്റർ ഞാനവിടെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. DC 200 സെറ്റ് ചെയ്യാം. നമ്മുടെ വെർട്ടിക്കൽ വരെ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഞാൻ വെർട്ടിക്കലിൻ്റെ പോയിന്റ് അവിടെ മീറ്റർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ വരെ വന്നിട്ടുണ്ട്. വോൾട്ടേജ് വന്നിട്ടുണ്ട്. നമുക്കിനി IC-യുടെ പോയിന്റ് സോൾഡർ ചെയ്ത് വിടാം. IC വർക്ക് ചെയ്തില്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ നിൽക്കത്തില്ല, അപ്പോൾ തന്നെ സ്റ്റാൻഡ് ബൈന്ന് പോകും. സോറി, വെർട്ടിക്കൽ കറക്റ്റ് അല്ലെങ്കിലും EHT ഓഫ് ആവും. അപ്പോൾ ഇപ്പം നമ്മുടെ IC-യുടെ പിന്നിൽ ഓൺ ചെയ്തു. വോൾട്ടേജ് വന്നിട്ടുണ്ട്. യോക്ക് കൊടുത്തിട്ടില്ലെങ്കിലും ഓസിലേറ്റ് ചെയ്തിട്ട് ഓഫ് ആവും. അതുകൊണ്ട് നമുക്കിനി ട്യൂബിൽ കൊടുത്തൊന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് നോക്കാം. സെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. അവിടെ സീരിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, മങ്ങി കത്തുന്നുണ്ട്. അപ്പോൾ സെറ്റ് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് വേറെ ട്യൂബാണ്, അതുകൊണ്ട് സ്ക്രീൻ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മുടെ TV ഓൺ ആയിട്ടുണ്ട്. സ്ക്രീൻ വന്നിട്ടുണ്ട്. പക്ഷെ അത് ബേസ് കംപ്ലൈൻറ്റ് കൂടെ ഉണ്ട്. ഫോക്കസ് ഔട്ടാണ് പടം. ഞാൻ ബേസ് കൂടെ മാറും. ഇപ്പോൾ ഇത് ഓസിലേറ്റ് ചെയ്യാതിരുന്ന പ്രശ്നം ഇതാണ്. ഇപ്പോൾ ഞാൻ ഈ വയറൊന്ന് ഒഴിവാക്കി കാണിച്ചു തരാം. നമ്മൾ ആ കൊടുത്തിരുന്ന പ്രിൻ്റ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി സെറ്റ് ഓൺ ചെയ്ത് കാണിച്ചു തരാം. സെറ്റ് ഓൺ ചെയ്തു. സ്ക്രീനിൽ നമുക്കൊന്നും വരത്തില്ല, സ്ക്രീൻ വരത്തില്ല. വീണ്ടും വയർ കണക്ട് ചെയ്തു. ഇനി ഓൺ ചെയ്ത് കാണിച്ചു തരാം. സെറ്റ് ഓൺ ചെയ്തു. ഓക്കെ, നമ്മുടെ സ്ക്രീൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.